ബയോളജി പുതിയ SCRT രണ്ടാമത്തെ ക്ലാസ് ആണ്. നിവർന്നു നിൽക്കാം. ബയോളജിയിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പുതിയ SCRT എന്തൊക്കെ ലെസൺ വരുന്നുണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ. അതിൽ രണ്ടാമത്തെ ക്ലാസ് ആണ് നിവർന്നു നിൽക്കാം. അപ്പൊ അതില് വാരിയെല്ല് നോക്കാം. വാരിയെല്ല് മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിൽ എത്രയാണ്? 12 ജോഡി എന്ന് പറയുമ്പോൾ എണ്ണം എത്ര വരും? 24. എണ്ണം എത്രയാണ്? 24. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലാണ്. അപ്പൊ വാരിയെല്ല് സംരക്ഷിക്കുന്നത് ഏതൊക്കെയാണ്? ഹൃദയത്തെയും ശ്വാസകോശത്തെയും ചില പ്രധാനപ്പെട്ട രക്തക്കുഴലുകളെയുമാണ്. വാരിയെല്ലുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറലിനോടുമാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ വാരിയെല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുണ്ട്. അതായത് 24. ഹൃദയത്തെയും ശ്വാസകോശത്തെയും രക്തക്കുഴലുകളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലാണ്. വാരിയെല്ലുകൾ പിൻഭാഗത്തെ നട്ടെല്ലിനോടും മുൻഭാഗത്തെ മാറലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ? ഇനി തലയോട്ടിൽ എത്ര അസ്ഥികളുണ്ട്? തലയോട്ടില് 22 അസ്ഥികളാണ്. തലയോട്ടിലെ അസ്ഥിയില് ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണ്? 22 അസ്ഥി ഉണ്ട്. ആ അസ്ഥിയിൽ ഒരേ ഒരു അസ്ഥി മാത്രമേ ചലിപ്പിക്കാൻ കഴിയുള്ളൂ. അത് ഏതാണ്? കീഴ്ത്താടി എല്ലാണ്. നട്ടെല്ല് എത്ര കശേരുക്കൾ ചേർന്നതാണ്? അതായത് നട്ടെല്ലില് എത്ര അസ്ഥികൾ എന്നാണ് ചോദ്യം. 33 ആണ് കേട്ടോ. നട്ടെല്ലിൽ 33 ആണ്. 33 എന്ന് പറയുന്നത്. ഈ കശേരുക്കൾ പറഞ്ഞാൽ എന്താണ്? നട്ടെല്ലിൽ കാണപ്പെടുന്ന അസ്ഥികളെ പറയുന്ന പേരാണ് കശേരുക്കൾ എന്ന്. 33 കശേരുക്കൾ ചേർന്നതാണ് ഒരു മനുഷ്യന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം ഏത് എന്ന് ചോദിച്ചാൽ നട്ടെല്ലാണ്. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം ഏത് എന്ന് ചോദിച്ചാൽ നട്ടെല്ലാണ്. എങ്കിൽ ഹൃദയത്തെയും ശ്വാസകോശത്തിന്റെയും രക്തക്കുഴലിന്റെയും സംരക്ഷണ കവചം ഏതാണ്? വാരിയെല്ലാണ് കേട്ടോ. വാരിയെല്ലാണ്. തെറ്റാൻ പാടില്ല. ഇതിന്റെ ഈ ലെസൺ ഫുള്ള് നിവർന്നു നിൽക്കാം അസ്ഥി വ്യവസ്ഥ അതിനെ കുറിച്ചിട്ട് പൂർണ്ണമായ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇതിന്റെ താഴെ കൊടുക്കാം. ഡയറക്റ്റ് പോയിട്ട് ക്ലാസ്സുകൾ കാണാം. ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ് ഇതുപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കമന്റുകൾ രേഖപ്പെടുത്തണം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യണം. വീഡിയോക്ക് ഹൈപ്പ് കൊടുക്കണം. ഇത്രയും സപ്പോർട്ടുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയാണ്. നല്ല നല്ല നോട്ടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. താങ്ക്